ഹലോ. നമുക്കിന്ന് കുറച്ച് കീ ചെയിനൊക്കെ ഉണ്ടാക്കാം കേട്ടോ. റെസിൻ വെച്ചിട്ട് വലിയ പിടുത്തമൊന്നുമില്ല. അന്ന് ഞാൻ നമ്മുടെ ഒരു റെസിൻ്റെ കിറ്റ് നമ്മൾ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിത് ചെയ്യാൻ അറിയില്ല. പിന്നെ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ആഗ്രഹം ചെയ്ത് നോക്കാനും. പിന്നെ നമ്മൾ സ്വന്തമായിട്ടൊരു സാധനം ഉണ്ടാക്കി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതൊരു വേറൊരു ഫീലല്ലേ. അപ്പോൾ കുറച്ച് കീ ചെയിൻ ഇന്ന് ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇവിടെ ഹാർഡനറും റെസിനും എടുത്തിട്ടുണ്ട്. ഇത് 2:1 കേട്ടോ ഈ കിറ്റ്. ഇതിൽ ഞാനൊരു 10 ml റെസിനും 5 ml ഹാർഡനറും ആട്ടോ എടുത്തേക്കുന്നത്. പിന്നെ ഇതിൽ എനിക്ക് തോന്നുന്നു ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് മിക്സ് ചെയ്യുമ്പം വളരെ സ്ലോയിൽ വേണം മിക്സ് ചെയ്യാൻ. ഞാനിപ്പോൾ വീഡിയോയിൽ നല്ല ഫാസ്റ്റായിട്ട് കാണിച്ചെന്നേ ഉള്ളൂ. നല്ല സ്ലോയിൽ മിക്സ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഡ്രൈ ഫ്ലവേഴ്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കണം കേട്ടോ. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് തോന്നുന്നു മേടിച്ചത്, ഡ്രൈ ഫ്ലവേഴ്സ്. അപ്പോൾ അത് വെച്ചിട്ട് ഇന്ന് കീ ചെയിൻ ചെയ്യാം. പിന്നെ ഉണ്ടല്ലോ, നമുക്ക് ഈ റെസിൻ കിറ്റിൻ്റെ കൂടെ കിട്ടിയ ഗ്ലൗസ് ഉണ്ടല്ലോ, നല്ല വലുതാണ്. എൻ്റെ കൈ എനിക്ക് തോന്നുന്നു ഒരു 5-6 പേരുടെ കൈ അതിലൂടെ ഒരു ഗ്ലൗസിലൂടെ കയറും, അത്ര വലുതാണ്. എന്ന് വിചാരിച്ച് ഞാൻ ഫാർമസിയിൽ നിന്ന് കുറച്ച് നമ്മുടെ എക്സാമിനേഷൻ ഗ്ലൗസ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും വലുതാണ്. ഇനി എൻ്റെ കൈയുടെ കുഴപ്പമാണോ ഗ്ലൗസിൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അത് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിലുണ്ടല്ലോ, ഞാൻ ഈ റെസിൻ വെച്ച് ഫസ്റ്റ് ചെയ്യണത് ഈ കീ ചെയിനാണ്. പക്ഷെ ഞാൻ വീഡിയോ ഇട്ടപ്പോഴത്തേന് ഞാൻ ഒരു കമ്മലുണ്ടാക്കുന്ന ഒരു 3 ജോഡി കമ്മലുണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ വീഡിയോ ഇട്ടപ്പോൾ അതായിപ്പോയി ഫസ്റ്റ്. ഞാൻ ഇതിൻ്റെ കാര്യം വിട്ടുപോയി സത്യത്തിൽ. അപ്പോൾ ഫസ്റ്റ് ചെയ്യണ ഇതാണ്. അതുകൊണ്ട് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെയായി തീരും, എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ, ഞാൻ ചെയ്താൽ ശരിയാവും എന്നൊക്കെ ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ചെയ്തു വന്നപ്പോൾ ഒരു കീ ചെയിൻ മാത്രം എനിക്ക് ഇച്ചിരി ഫ്ലോപ്പായ പോലെ തോന്നി. അത് ആ ഫ്ലവേഴ്സ് അത്ര അങ്ങോട്ട് ഡ്രൈ ആയിട്ടില്ലായിരുന്നു എന്ന് തോന്നുന്നു. അത് കുറച്ച് തിക്കാണ് ആ ഫ്ലവർ. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മൾ ഡ്രൈ ആയിട്ടുള്ള മാത്രമേ ഇതിൽ യൂസ് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇത് മെൽറ്റ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മെൽറ്റായി വന്നിട്ടുണ്ടായിരുന്നു അത് കുറച്ച്. അതിൻ്റെയാണ് ഇനി ചെയ്തതിൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷെ അങ്ങനെ ചെയ്തതിൻ്റെ ആണെങ്കിൽ എല്ലാ കീ ചെയിനിലും വരുമല്ലോ. ഒരേ ഇത് തന്നെയാണ് ഞാൻ എല്ലാത്തിലും യൂസ് ചെയ്തേക്കുന്നത്. പക്ഷെ ആ ഒരു ഇതിൽ മാത്രം ഇച്ചിരി പാളിപ്പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഏതാ നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് സാധനം. കാണുമ്പോഴേ ഒരു വശവശ കൊണ്ടല്ലേ. അത് നന്നായിട്ട് പാളിപ്പോയിട്ടുണ്ട്. പക്ഷെ ഞാനായിട്ട് ഉണ്ടാക്കിയത് കൊണ്ട് എനിക്കിത് കളയാനും ഒരു ബുദ്ധിമുട്ട്. ബാക്കിയൊക്കെ എനിക്കിഷ്ടമായി കേട്ടോ. അപ്പം ഞാനത് എൻ്റെ കസിൻസിനൊക്കെ കൊടുക്കാമെന്ന് വെച്ചു. എല്ലാവരും ബാഗിലിട്ട് അങ്ങോട്ട് നടക്കട്ടെ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എന്നാലും അത് ഞാൻ കളയൂല കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക്, നിങ്ങളാ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ലേ, അതിൻ്റെ കൂടെ ഒരു സെറ്റായിട്ട് കീ ചെയിൻ്റെതും ഇയർ റിങ്സിൻ്റെതും ഒക്കെ സെറ്റ് ഇട്ടിട്ടുണ്ട്. അത് നമ്മളൊന്ന് കണക്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ. ഈ ചെറുത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അത് മാത്രമേ ഞാൻ എടുക്കണുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ കസിൻസിന് കൊടുക്കാമെന്ന് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിലൊരു ഗ്ലിറ്റേഴ്സ് ഇട്ട് ഞാൻ ഒരു കീ ചെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ കാണാൻ പറ്റും. പക്ഷെ എനിക്ക് എല്ലാത്തിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ ആദ്യത്തെ 2-3 വീഡിയോ എടുത്തിട്ടുള്ളൂ. പക്ഷേങ്കിൽ ഇതിൽ ഞാൻ ആ റെഡ് ഫ്ലവർ ഇട്ട് ചെയ്തേക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എൻ്റെ 2 കീ ചെയിൻ ഉണ്ട് സത്യത്തിൽ. അത് രണ്ടും എനിക്കിഷ്ടമായി. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. പക്ഷേ ആ ചെറുത് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ആ സിമ്പിളായിട്ടുള്ളൊരു ഫ്ലവർ വെച്ചിട്ടില്ലേ, അത് മാത്രമേ എടുക്കണുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്ത വർക്കല്ലേ. അപ്പോൾ ഒത്തിരി ടെൻഷനോടുകൂടി ശരിയാകുമോ എന്നൊക്കെ വിചാരിച്ച് ചെയ്തിട്ട് അടിപൊളിയായി. എനിക്കിഷ്ടമായി.